ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ടോ? ഇതിന് എന്താ സൊല്യൂഷൻ, ഇത് എന്തെങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടോ? ഗ്രോത്ത് ഉണ്ട്, ഇത്രയും പേര് നമ്മുടെ ചാനലിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നമ്മുടെ അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. എനിവേ ഒരുപാട് സന്തോഷം. വ്ലോഗ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഇന്നലെ പോയി പടം കാണുമ്പോഴും വലിയ വ്യത്യസ്തമൊന്നുമല്ല. പകുതി സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. എന്താ ഇന്നർ വേറെ ഡ്രസ്സല്ലേ? അത് പിന്നെ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ട് അത് പച്ചലയിൽ ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ, മരൂരിയോ ഇലയൊന്നുമല്ലല്ലോ, ഡ്രസ് തന്നെ അല്ലേ? ഇങ്ങോട്ട് താട്ടെ, ഞാൻ തേച്ചു തരാം. വാർക്കുമ്പോഴല്ല ഉണ്ടായത്, അതാ കുക്കർ തുറക്കുമ്പോ. 9 മണിയായി. ഇതാണ് അമ്മുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ്. 2 ഗോതമ്പ് ദോശ, 2 പച്ചദോശ, 1 ഓംലേറ്റ്, അതുപോലെ തന്നെ അച്ചാറ്, ചമ്മന്തിപ്പൊടി. അമ്മയ്ക്ക് 2 ഗോതമ്പ് ദോശ, 1 ചെറുപയർ ദോശ. നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 3 ചെറുപയർ ദോശ. അയ്യോ, എപ്പോ എവിടെ എനിക്ക് പോയാൽ മതില്ല, ചോറ് ആ ചൂട് അനല് അങ്ങനെ അങ്ങ് തുറന്നിട്ട് എപ്പോ ഇപ്പോഴാ? ശരി, വെള്ളം ഇത് വാർക്കുമ്പോഴാ? ഇത് അവിടെ ഉണ്ട് സാധനം. ഈശ്വരായിരിക്കുന്നു മുതല്. ഇതാ ഇതെടുത്ത് തേച്ച് നോക്കിയാ പറഞ്ഞോള്. ഒന്ന് ശ്രദ്ധിച്ചൂടെ? ഇയാളും അമ്മയും കൂടി ഇങ്ങനെ മാറി 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 മാറി. ആ വെള്ളം കഴുകി കളഞ്ഞ് തുടച്ചിട്ടല്ലേ തേക്കിയ? മൊത്തം എടുക്കലേ എടുക്കണില്ല. വെള്ളം കളഞ്ഞിട്ട് വെള്ളം തുടച്ച് കളഞ്ഞിട്ട് പതുക്കെ തേക്കും. ഇങ്ങോട്ട് താട്ടെ, ഞാൻ തേച്ച് തരാം. വാർക്കുമ്പോഴല്ല ഉണ്ടായത്, അതാ കുക്കർ തുറക്കുമ്പോ തന്നെ ആ ആവി അങ്ങനെ വെള്ളം തുടക്കേ. ആവി അടിച്ചതാടാ. അതന്നെ ഭയങ്കര പെയിന്. കാണിക്കേ, ഇവിടെയാണോ? അമ്മ കൈ പൊള്ളിച്ചു. അത് കുക്കർ തുറന്നപ്പോ അതിന്റെ ആവി ഉണ്ടല്ലോ, ആ ചൂട് ആവി, അതാണ് തട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് 2 പേരിലെയും ശരിക്കും ചൂടായി. അല്ലാതെ എവിടെയോ ടച്ച് ചെയ്തതല്ല, ആവി കൊണ്ട് പൊള്ളിയതാ. ഓയിൽമെന്റ് തേച്ചിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കും. എനിക്കിനി സാമ്പാർ പരിപാടിയിലേക്ക് തിരിയട്ടെ. പിന്നെ സാമ്പാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് പിന്നെ എടുത്ത് കാണിക്കുന്നില്ല. ഇവിടെ മസാല ആയിക്കൊണ്ടിരിക്കണു, ഇവിടെ പച്ചക്കറി വാട്ടി വെച്ചിരിക്കണു, പരിപ്പ് റെഡി, പുളി ഒഴിച്ചു. കുറച്ച് നേരത്തിനുള്ളിൽ സാമ്പാർ റെഡി ആവുന്നതാണ്. അമ്മു ക്ലീനിങ് വർക്കിലാണ്. അങ്ങനെ സാമ്പാർ ഇതാ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ന്യൂട്രി ബിസ്ക്കറ്റ്, ഇതിൽ 0 ഷുഗർ ഹൈ ഫൈബർ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഏതിനറിയാം. അമ്മ ചോറും പാത്രം വെച്ച് പോയിരിക്കുകയാണ്, ചെരിഞ്ഞ് നിൽക്കണോക്കി. അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ടേസ്റ്റ് അത്യാവശ്യമുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിയും. എന്താണ്, ക്ഷീണിച്ചു പോയോ? എൻ്റെ വയ്യ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ വീഴാൻ പോവുകയാണ്. ആ നടക്കണ്ട്, ഞാൻ ചെയ്തേരേ. നടക്കാതെ എന്താ ഞാൻ ചെയ്യും? പിന്നെ പറ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നാനോട് പറയേ, നാളെ ചെയ്യണില്ലേ? എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരണം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടുത്തെ ഒരുവിധം പണിയൊക്കെ ഞാൻ എടുക്കും. ഇതിനൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് പെങ്ങളുടെയും കൂടി ചെയ്യണത്? പരിപാടി കഴിഞ്ഞല്ലോ. എന്ത് തലേദിവസം ഉണ്ടാക്കി വയ്ക്കാൻ ഞാൻ രാത്രിയിൽ കാപ്പി ഉണ്ടാക്കി വയ്ക്കുക. കാലത്തേക്ക് തീരെ വയ്യ. രാവിലെ കാപ്പി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ചെയ്യേണ്ട പണി എന്താ പറയുക? രാത്രി തന്നെ കാപ്പി ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് രാവിലെ ചൂടാക്കി കുടിക്കുക. എങ്ങനെയുണ്ട്? എളുപ്പം പരിപാടി കഴിയുമല്ലോ. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അമ്മ ചെയ്യണ പരിപാടിയാണ്. അങ്ങനത്തെ ആളാണ് അമ്മ. ചൂട് കാരണം വേഗത്തിനകത്തോട്ട് കയറിയില്ലേ? അങ്ങനെ സാമ്പാറുണ്ടാക്കൽ കഴിഞ്ഞു. പിന്നെ അതുകൊണ്ട് ഈസിയായി. ബാക്കി പകുതി എങ്ങനെ പുളി കൂട്ടാൻ പോലെ വന്നു, സാമ്പാർ പോലെ വന്നു. പുളിയൊന്നും അധികമല്ല. ഞാൻ പറഞ്ഞില്ല, ആ വാളംപുളിക്ക് വലിയ പുളിയൊന്നും ഇല്ല. അത് ഒരുമാതിരി ലഡാക്ക സാധനമാണത്. കല്ലിപ്പുളി പുളിയാണ്. എത്ര ഒഴിച്ചിട്ട്, ആ 3/4 കപ്പ് ഒഴിച്ചിട്ട് അതിനൊരു പുളി ഇല്ലടാ. പിന്നെ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ, ഇന്ന് വൈകുന്നേരം പോയാൽ നല്ലത്. മുരിങ്ങക്കായ വാങ്ങിക്കണം. നാളെ എനിക്ക് ആ മുരിങ്ങക്കായുടെ തൊക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. മൊത്തം ഈ സാമ്പാർ എടുത്തില്ലേ, നമുക്ക് വൈകുന്നേരം കറങ്ങാൻ പോയാലോ? വാങ്ങിച്ചിട്ട് വാ. ഓക്കെ, ഞാൻ പൊക്കോളാം. കോവയ്ക്കും. ഓക്കെ, ഞാൻ പോയിട്ട് മസാല ദോശ ഒക്കെ കഴിക്കും കേട്ടോ, കടയിൽ പോയിട്ട്. എന്താ ഒരു വൈക്ലഭ്യം മുഖത്ത്? വരുന്നില്ലല്ലോ ഇയാള്, പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ? തലം ചൊറിഞ്ഞിട്ട് കാര്യമില്ല. വരുന്നില്ലല്ലോ. ഒന്ന് ആലോചിക്കട്ടെ അല്ലേ? കള്ള
ഫുഡ് നടന്നിട്ടുണ്ടല്ലോ ഞാൻ അവിടെ ഉണ്ട്. ഇത് നോക്കിയേ ലൂസാ എഴുതിയിരിക്കണ മുതലാന്ന് അല്ല മൃദുലാന്ന്. ടീച്ച് ചെയ്യാൻ പാടില്ല, മുതലാക്കിത്തില്ലാന്ന് പറഞ്ഞിട്ട്. ഇത് നോക്കടാ, റെസ്പെക്ട് വേണം. ഈ സാധനം ഇയാളെ മോതിരം അതിന് ആ ലൂസ് ആയിക്കോട്ടെ, എന്റെ ലൂസ് തന്നെയാണ്. അവിടെ ലൂസ് ദാ അതിലെവിടെ ഉണ്ണിന്ന് കാണിച്ചു ദാ ഉണ്ണി, അതിലെവിടെ ഉണ്ണി അടുത്തിക്കൊണ്ട് ദാ ഉണ്ണി അടുത്തേക്കൊന്നും കൊണ്ടാൻ പറ്റില്ല. മൊത്തം ചൊറകി മാന്തി പറിച്ചു വെച്ചിരിക്കുകയാണ്. മാന്തി വച്ചല്ല, അത് അവിടെ ലൂസായി താഴെ വീണതാ. വീണ് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഇത് പോയത്. കാണിക്കൂ വേണ്ടാ, കാണിക്കൂ. കല്യാണ സമയത്ത് നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഇതിലെവിടെ ഉണ്ണി? ആ എലി മാന്തിയമാരുണ്ടല്ലോ. കല്യാണ സമയത്ത് നല്ല വണ്ണം ഉണ്ടായിരുന്നു. എങ്കിലും നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ആ നിങ്ങളങ്ങനെ മെലിഞ്ഞിട്ടില്ല. നോക്കട്ടെ, തട്ടി കടയല്ലേ കാണിക്കട്ടെ. എടാ മൃദോല നിങ്ങള് സാമ്പാർ കൂട്ടി വെക്കുവോ? നന്നായെന്നോ നന്നായിരുന്നോ? ഇഷ്ടമായി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും നന്നായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെളിച്ചെണ്ണ പറഞ്ഞപ്പോ നല്ല രസമുണ്ട്. എന്താ ഉപ്പൊക്കെ പാകാം. ആണോ? ഭാഗ്യമുണ്ട് ഗൈസ്, ഉണ്ടാക്കിയ സാമ്പാർ ഏതായാലും വിജയം കണ്ടിട്ടുണ്ട്. മറ്റേത് കുളമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയതാ, ഭയങ്കര മോശമായിരുന്നു. പ്രാവശ്യത്തെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മ. ഒരു ബലൂൺ കമ്പനിയുടെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ മുകളിലാണ്. ബൂസൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബലൂണാണ്. ഞാൻ എന്നോട് ചാനലിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചാനൽ ഗ്രോത്തിൻ്റെ പാത്തിലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ സ്റ്റുഡിയോൻ്റെ ഉള്ളിലെ AI പറയുന്ന കാര്യങ്ങൾ അതൊക്കെ. ഗ്രോത്ത് ഉണ്ട്, ഇത്രയും പേര് നമ്മുടെ ചാനലിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നമ്മുടെ പിന്നെയും കാണാൻ ആദ്യത്തെ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ഒത്തിരി തിരിച്ചു വരുന്നുണ്ട്. വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. കാരണം തിരിച്ചു വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടാവുന്നുണ്ട് എന്നുള്ളതല്ല അർത്ഥം. 97% ജമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ചാനലിന്റെ മൊത്തം ഗ്രോത്തില്. എനിവേ ഒരുപാട് സന്തോഷം. ചാനല് ഭയങ്കര സ്പീഡിൽ ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഗ്രോത്ത് ഉണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട്. ഒരുപാട് സന്തോഷം. വ്ളോഗ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ AC ഓടുന്നുണ്ട്. 25-ലാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് അമ്മ ഒരുക്കുന്ന ബെഡ്റൂം. ഇവിടെയുണ്ട് 30-ലാണ് ഇട്ടിരിക്കുന്നത്. 2 സ്ഥലത്തും AC ഓടുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുമോ? അടുത്ത മാസം കറണ്ട് ബില്ല് വരുമ്പോൾ നമ്മുടെ പണി തീരും. അമ്മാതിരി ബില്ലായിരിക്കും വരിക, നോക്കിക്കൊള്ളു. ഞാൻ ബില്ല് വരുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. കിളി പോവും. ഇതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ വേറെ ഒരു സൊല്യൂഷനും ഇല്ല. ചൂടത്ത് ഇത് ഇടാതെ ജീവിക്കാൻ കഴിയില്ല. അതാണ് ചെന്നൈയിലെ അവസ്ഥ. നാട്ടിലെ അവസ്ഥയും ഇതൊക്കെ ഇതുപോലൊക്കെ തന്നെയല്ലേ. സ്വാദിഷ്ടമായ സാമ്പാർ ആണോ അല്ലയോ എന്നുള്ളത് പമ്പ് കഴിച്ചിട്ട് പറയും. നല്ല മണം ഉണ്ടാവും. കമോൺ, കൊണ്ടാട്ടമുളക് കൊടുത്തിട്ട് വരും. കഴിക്കാം. സാമ്പാർ മാത്രം മതി. ഉപ്പേരി ഒന്നും ഉണ്ടാക്കാനേ എനിക്ക് വയ്യാതി. ഇന്ന് രാവിലെ തൊട്ട് വർക്കുണ്ടായിരുന്നു. ഞാൻ വർക്ക് തന്നെയായിരുന്നു. ഫുൾ ടൈം കമ്പ്യൂട്ടറിൻ്റെ മുകളിലും. അച്ചാറും സാമ്പാറും ധാരാളം. ഇനി ധൈര്യമായിട്ട് ഫാൻ ഇട്ടോളൂ. കിടന്ന് വേർക്കണ്ട. ഇനി പറഞ്ഞാലൊന്നും കേൾക്കൂല. മാടങ്കാരു ചിക്കൻ കാരി കടിച്ചു വരയ്ക്കുന്ന പോലെയാണല്ല മുരിങ്ങക്കായ കടിച്ചു വരയ്ക്കുന്നത്. മുരിങ്ങക്കായൻ്റെ ഫേവറേറ്റ് ആണ്. സാമ്പാർ സൂപ്പർ കേട്ടോ. ക്യാമറ ഓൺ ആക്കിയോണ്ട് പറയായിരിക്കും. അല്ല അല്ലെങ്കിലും പറയാം സൂപ്പർ. കുഞ്ഞാവയാണ് സത്യം. സത്യം. അപ്പൊ കറക്റ്റ് ആയിരിക്കും. ഇഷ്ടായി. അത് കാണാനുണ്ട്. തട്ടിച്ച് പഠിച്ച് നടക്കുന്നത് കാണുമ്പോ തന്നെ അറിയാനുണ്ട്. വെറുതെ കഴിക്കാൻ തോന്നുന്നു. വെറുതെ കഴിച്ചോളൂ. ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളിത് നോക്കൂ. ഒരു ചുമരിൻ്റെ മുകളിൽ നിന്ന് ഈ സാധനം അടർന്ന് താഴത്തേക്ക് വീഴുകയാണ് തന്നെത്താനെ. ഇത് പെയിന്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുണ്ടാവുള്ളൂ പുതിയതായിട്ട്. ആ വീടും തൊട്ടപ്പുറത്തുള്ള നമ്മുടെ വീടും അയൽവക്കത്തെ വീടും ഈ വീടൊക്കെ ഒരുമിച്ച് പെയിന്റ് ചെയ്തതാണ്. കണ്ടോ? ഇത് നിങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ടോ? ഇതിന് എന്താ സൊല്യൂഷൻ, ഇത് എന്തെങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. കണ്ടാൽ പറയൂ. ഇത് ഒരു 4 കൊല്ലമായിട്ടുള്ള പോലെ ഇല്ലേ പെയിൻ്റ് അടിച്ചിട്ട്? 4 മാസമായിട്ടേ ഉള്ളൂ ഈ സാധനം. അങ്ങനെ പൊളിഞ്ഞിളകുന്ന പരിപാടി മേലത്തെ ഫ്ലോറിൽ നമുക്ക് അധികം കാണാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് ഹാളിലൊന്നും. അത് കഴിഞ്ഞ് ഈ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. തനിയെ പൊളിഞ്ഞിളകുന്ന ഒരു പരിപാടി. അപ്പം നിങ്ങൾ വീഡിയോയിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് സംഭവം. ഈ പെയിൻറ്റ് പൊളിഞ്ഞിളകുന്നതിന്
എന്താ കാരണം എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഉള്ളിൽ പുട്ടിയിടാത്തതുകൊണ്ടാണോ, ഉള്ളിൽ സിമെന്റ് ഇട്ടത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണോ, നനയ്ക്കാത്തതുകൊണ്ടാണോ, സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണോ, എന്താണെന്നാവോ അറിയാവുന്നവർ പറയുന്നുണ്ട്. എടാ പാട്രിയായിട്ട് സിനിമ ഇല്ലേ, ആ സിനിമേന്റെ റിവ്യൂ നോക്കണം. മറുനാടൻ മലയാളി എന്ന് പറഞ്ഞൊരു ചാനലിൽ വന്നതാ. എന്താ എഴുതിയിരിക്കണോക്ക്, ഫാൻസ് നിശബ്ദർ, പാട്രിയായിട്ട് 8 നിലയിൽ പൊട്ടിയോ. പടത്തിന് ഭയങ്കര നെഗറ്റീവ് റിവ്യൂ. ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ 93% പോസിറ്റീവ്. ഇപ്പോ 800-300 തിയേറ്ററുകളിലേക്ക് ഈ പടം വ്യാപിപ്പിച്ചതാണ്, ആകേണ്ടതാണ് അത്ര. ഇപ്പൊ എന്താ പല തിയേറ്ററുകളും സ്ക്രീനുകൾ വെട്ടി കുറച്ചു പറഞ്ഞിട്ട് ഇപ്പൊ ന്യൂസ് കിടക്കണം. ആള് കുറവാണോ എന്ന് കരുതിയിട്ട് വെട്ടി കുറയ്ക്കാത്ര. അത് ഞാൻ ഇഷ്ടം പോലെ പകുതി വേക്കന്റ് ആയിരുന്നു. ഞങ്ങൾ റെസ്റ്റ് എടുത്തോ, കുറെ മാറിക്കോട്ടെ ചുമ. ഞങ്ങൾ ഇന്നലെ പോയി പടം കാണുമ്പോഴും വലിയ വ്യത്യസ്തമൊന്നുമല്ല. പകുതി സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു, പകുതിയിലേറെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്, ആരും കാണുന്നില്ല. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. ഇപ്പോൾ 2ാം ദിവസം 3ാം ദിവസം ആകുമ്പോഴേക്കും പിന്നെ അത്രയും ഉണ്ടാക്കണം എന്നില്ലല്ലോ. ആദ്യം തന്നെ മിക്കവാറും ആൾക്കാർ കണ്ടു തീർത്തിട്ടുണ്ടായിരിക്കും. ബുക്ക് ചെയ്യുന്നതൊക്കെ ഓൺലൈനിൽ തന്നെ അല്ലേ, അപ്പോൾ അവർക്ക് അറിയാലോ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, ഒഴിഞ്ഞു കിടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാലോ. അപ്പോൾ പിന്നെ സീറ്റ് ഫുള്ളാവുന്നില്ലെങ്കിൽ ഇനി ഫുള്ളാവാൻ ചാൻസ് കുറവായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല പടത്തിന്റെ ഭാവി എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. മാവ് അരക്കാനുണ്ട്, മാവ് അരച്ചിട്ട് വരാൻ പറയുന്നുണ്ട് അമ്മ. അമ്മ ഒന്ന് പുറത്തു പോകാനും പറയുന്നുണ്ട്, പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയുന്നുണ്ട്. അരച്ചോടൊന്നും പോയാൽ മതി. അരച്ചുകൊണ്ടെന്നിട്ട് പോവാം പറയാം. രാത്രി ദിവസേന കണ്ടാണ്ടാവും. അതിനത് നിന്റെ വായനാവും കാരണോട്ടെ. ഞങ്ങള് വേഗം വരും, വരില്ല, വെറുതെ ആവശ്യമില്ല വൈകില്ല, വേഗം വരും കേട്ടോ. അത് കാണാൻ ഇഷ്ടമുള്ളത് പിന്നെ ചവിട്ട അതിൻ്റെ മോള് ചവിട്ടില്ല പറ. എനിക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവന്നായോ. എനിക്ക് എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? എന്താ ഇവിടെ ഇഷ്ടമുള്ളതൊന്നും കിട്ടണില്ലല്ലോ. ബജ്ജി വേണം. അപ്പം ഒന്നും കിട്ടില്ലല്ലോ. അപ്പം കിട്ടും, വൈകുന്നേരം കിട്ടുന്നുണ്ടാവുള്ളൂ. ബജ്ജി വേണമെങ്കിൽ കൊണ്ടുതരാം. കാപ്പിയിൽ കൊണ്ടുവരുന്നു. പിന്നെ ഇപ്പം ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറ. ഇഷ്ടമുള്ള ഉരുണ്ടും കൊണ്ടുണ്ടല്ലോ സാധനം. ഈ അന്ന് കൊണ്ടുവന്നിരുന്നു, കേൾക്കണില്ല. അന്ന് കൊണ്ടുവന്നിരുന്നില്ല അത് സാധനം. ഉരുണ്ടും കൊണ്ട് കടുക് മണി മാറി. കടുക് മണി വരെ അത് മിച്ചറ്. അതെന്താണ് അത് ഇനി വയലിട്ടാന്ന് അരിയും. അത് മതിയോ? അതൊക്കെ ഭയങ്കര വില. അത് മിച്ചറാണ്, അത് മതിയോ? അതാണോ വേണ്ടത്? വേറെ പന്ത കിട്ടണം. എന്നാൽ അത് മേടിച്ചു കൊണ്ടുവരാം. അതും വേണം, മറ്റതും വേണം. ബജ്ജി കൊണ്ടുവരാം. ഓക്കെ. അന്ന് ഞാൻ അവിടെ പോയിട്ടൊരു കമ്പനിയിൽ പോയിട്ട് അന്വേഷിച്ചു. എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് കയറാന്ന് പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് ചെയ്യാൻ. ലേറ്റ് ഇല്ലാത്ത വീട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് വർക്ക് തരാന്ന് പറഞ്ഞിരുന്നില്ലേ, അവർക്ക് വർക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും ക്ലയന്റ് വർക്ക് തന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അവർ മെയ് മാസം മുതൽ തരാമെന്ന് പറഞ്ഞതാണ് ഫ്രീലാൻസ് ആയിട്ട്. അങ്ങനെ 1-2-3 കമ്പനീസ് നമുക്ക് സ്ഥിരമായിട്ട് തരികയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പച്ചക്കറി കൊണ്ടുവരാൻ പോവാണോ? ഞങ്ങള് വെറുതെ പച്ചക്കറി വാങ്ങാൻ പോവാട്ടോ, അല്ലാതെ ഞങ്ങൾ കഴിക്കാൻ പോവുകയല്ല. കഴിക്കാനല്ല, കുടിക്കാനോ? ഇതെന്താ കള്ളുടിക്കാനോ? കുടിക്കാൻ നല്ല കാറ്റുണ്ട് ഇത്ര. എന്താ ഈ ചുമ മാറാത്തെ? വിളക്ക് വെച്ചു, പിന്നെ വേർത്തു വന്നാ തുടങ്ങി. നാട്ടില് പോയിട്ട് പഴംപൊരി കഴിക്കണമെന്നുണ്ട്. 9 മണി ആയപ്പോഴേക്കിതാ ഞങ്ങൾ തിരിച്ചെത്തി. കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ മേടിച്ചു, അമ്മുവിന് കുറച്ച് ഡ്രസ്സ് മേടിച്ചു. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഷോപ്പ് ഇത് പിന്നെന്താ പറയണ്ടേ? എന്നാ വേണ്ട. പിന്നെന്താ കുറച്ച് കോവയ്ക്ക മേടിച്ചു, പുറത്ത് പോയിട്ട് കഴിച്ചു. എന്താ ഇന്നർ വേറെ ഡ്രസ്സല്ലേ? അത് പിന്നെ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ട് അത് പച്ചിലയിൽ ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ. ഇതെന്താ ആദിവാസികൾ ഇടുന്ന മാതിരി മരവുരിയോ ഇലയൊന്നുമല്ലല്ലോ, ഡ്രസ്സ് തന്നെയല്ലേ? ഡ്രസ്സല്ല അത്ര. നിങ്ങളാ മിക്സ്ചർ ഇതാ ഗാരാബൂണ്ടി മാങ്ങ തീർക്കണം. ഇനിയിപ്പോൾ അതാണ് പരിപാടി. ഡിന്നറൊക്കെ പുറത്തുനിന്ന് കഴിച്ചു, എന്നാലും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സും കൂടി കഴിക്കുന്നത് നല്ലതല്ലേ. മുട്ട കൊണ്ടുവന്നിട്ടുണ്ട്, ട്രേ ഫില്ല് ചെയ്തു. സമാധാനം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.